അപ്പം once again welcome back to time of transition with Jo. And here guys, I am back. ഞാനേ എൻ്റെ ലിപ് ലൈനറും ഉണ്ട്. ഇവിടെ നിന്ന് ഇതിങ്ങനെ ഒരു വരയിട്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഈ സൈഡ് നമ്മൾ കളർ കറപ്റ്റിംഗ് ഒന്നും ചെയ്യാതെയാണ് ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമ്മൾ കളർ കറപ്റ്റിംഗ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ രണ്ടിടത്തേനും ഡിഫറൻസ് നിങ്ങൾക്ക് ഒറ്റ സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളിലേക്ക് പറയാം കേട്ടോ. ഈ സംഭവം സ്പോഞ്ച് പോപ്സ്, ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ വിളിക്കാം കേട്ടോ. എൻ്റെ സ്പോഞ്ച് പോപ്സ്, ഈ സംഭവം നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് ആദ്യം തന്നെ പറഞ്ഞുതരാം. നമ്മൾ ഇത് ഡ്രൈയോട് കൂടി മോന്തയ്ക്ക് ഇട്ടിങ്ങനെ ഡാബ് ചെയ്യുമല്ലേ, പക്ഷെ അതങ്ങനെയല്ല. കുറച്ച് വെള്ളം നനയ്ക്കണം. വെള്ളം നനയ്ക്കാൻ ഇത് ചെറുതായിരുന്നു. വെള്ളം നനയ്ക്കുമ്പോൾ അത് ഇതിങ്ങനെ ഫ്ലഫി ആവുന്നത്, നല്ല കുച്ചി 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 എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ച് അമക്കാൻ പറ്റും ഇത്. അപ്പോൾ അങ്ങനത്തുള്ള, അതായത് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പോകരുത്. വെള്ളം ഉണ്ടോ എന്ന് വെച്ചാൽ വെള്ളമുണ്ട്, അതാണ് സംഭവം കേട്ടോ. എനിക്കും കൂടി അറിഞ്ഞുകൂടായിരുന്നു ഓപ്പണായിട്ട് പറയാൻ. കുറച്ച് നാൾക്ക് മുമ്പാണ് ഞാൻ മനസ്സിലാക്കി ഈ സാധനം ഇങ്ങനെ വെള്ളത്തിനകത്ത് മുക്കിയിട്ടാണ് ഇങ്ങനെ ഡാബ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അപ്പം എല്ലാവർക്കും അറിയണമെന്നില്ല, അതുകൊണ്ടാണ് ഈ സംഭവം ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് ഫസ്റ്റ് പരിപാടിയിലേക്ക് കിടക്കാം. ഞാൻ കളർ കറപ്റ്റിംഗ് ഫസ്റ്റ് തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുണ്ടോ, ഇവിടെ നമ്മൾ ഒരിക്കലും ഈ സാധനം വെക്കുമ്പോൾ അകത്ത് കണ്ണിൻ്റെ ഇവിടെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരില്ല, താഴെയായിട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്യാം. അതും പിന്നെ നമ്മൾ ഓവറായിട്ട് അങ്ങ് എന്താണ് പറയണ മൊത്തത്തിൽ അങ്ങ് സെറ്റാക്കരുത്. ഞാൻ ഈ സൈഡൊന്ന് ഇട്ടിട്ടൊന്ന് വരാട്ടെ, എനിക്ക് ക്യാമറ നോക്കിയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കണ്ണാടി പുറകില്ല, അതുകൊണ്ടാണ്. ആൻഡ് ടാ, ഞാൻ ഇട്ട് ഒരുമാതിരി എനിക്ക് എന്നെ കാണുമ്പോൾ ചിരി വന്നു, ഇതെന്തോന്ന് ഇത് പുറകോട്ട് പോകട്ടെ. ഓക്കെ, ഞങ്ങൾക്കിത് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ഓൾറെഡി ഞാൻ പറഞ്ഞ് നനച്ചിട്ട് വേണം ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഭാര്യക്കോരി പൂശരുത്, അതായത് എല്ലാം മിനിമൽ എന്നുള്ള സംഭവത്തിൽ വേണം. പിന്നെ ഈ സാധനം എന്തിനാ ഡാബ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഷ് യൂസ് ചെയ്തുകൂടാന്ന് വെച്ചാൽ ബ്രഷിനെക്കാളും കൂടുതൽ കവറേജ് ഈ സാധനം വെച്ചാൽ സ്പോഞ്ച് ബോക്സ് വെച്ച് ഇങ്ങനെ അമക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്, എല്ലാ സൈഡും ഒന്ന് കവറാവും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ആൻഡ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് എക്സാക്ട്ലി എന്താണ് സംഭവം എന്നറിയാൻ പറ്റുള്ളൂ. ഫൗണ്ടേഷൻ എടുക്കേണ്ടത് കൈയുടെ പിറകിലായിട്ട് ഇതിങ്ങനെ രണ്ട് തേപ്പ് ചെയ്ത് കൊടുക്കുക. സെയിം നമ്മൾ കളർ കറക്റ്റിംഗ് ചെയ്ത സമയത്ത് എങ്ങനെയാണ് ചെയ്തത്, കൺസീലർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. എനിക്ക് കൺസീലർ വേണ്ട, അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. ഡോട്ട് ആയിട്ട് ഇടുക. പിന്നെ ഉണക്കാനായിട്ട് വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഫുള്ള് മായ്ച്ചെടുക്കാൻ നല്ല പാടായിരിക്കും. ഞാനിവിടെ കുറച്ച് തേച്ചിട്ടുള്ളൂ, ഏതായാലും ഇവിടെ തേക്കണം. ആദ്യം ഇവിടെ ബ്ലെൻഡ് ചെയ്തിട്ട് ഇപ്പുറത്ത് തേക്കാം കേട്ടോ, കാരണം കാറ്റ് കാരണം നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇട്ട് ഉരക്കേണ്ടി വരും. സോ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിത് ബ്ലെൻഡ് ചെയ്തിട്ട് കാണാം. ഞാൻ ഈ സൈഡ് ഫുള്ളൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്, നോക്കിയേ. ഇനി നമുക്ക് ഇപ്പുറത്ത് ബ്ലെൻഡ് ചെയ്യാം. ആദ്യം ഞാനിവിടെ ഡോട്ടായിട്ട് വേണ്ട സംഭവം എല്ലായിടത്തും ആക്കി കൊടുക്കുകയാണ്, എന്നിട്ട് മാത്രമാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ക്യാമറയിൽ കാണുമ്പോൾ ഒരുമാതിരി വൈറ്റ് കാസ്റ്റ് അടിച്ചു പോലെ, പക്ഷേ വൈറ്റ് അല്ല ഈ സാധനം, ഗ്രേ പോലത്തെ ഒരുമാതിരി വൃത്തികെട്ട കളറാണ്. ഒരു എന്താണ് പൗഡറിൻ്റെ അതൊക്കെ മുങ്ങി ഇരിക്കുന്നൊരു സംഭവമില്ലേ, അതേപോലെയാണ് കാണാനായിട്ട്. പക്ഷേ ഇപ്പുറത്തെ സൈഡ് നോക്കിയേ, ഇതാണ് ഞാൻ പറഞ്ഞ ഡിഫറൻസ്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് നമ്മൾ കളർ കറക്റ്റിങ് ചെയ്തില്ല. എന്തുകൊണ്ട് നമ്മൾ കളർ കറക്റ്റിങ് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തെ ഓരോ സൈഡും ഓരോ കളറാണ്. അതായത് നെറ്റിയുടെ കളറായിരിക്കില്ല കണ്ണിൻ്റെ അടിയുടെ കളറായിരിക്കില്ല നമ്മുടെ ചീക്കിൻ്റെ കളറായിരിക്കില്ല നമ്മുടെ താടിയിൽ ഇങ്ങോട്ട് കുറച്ച് കാതിൻ്റെ സൈഡിലോട്ട് മാറിയാൽ അവിടെയും കളറിൻ്റെ ഡിഫറൻസ് വരും. അപ്പോൾ ബിഗിനേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഇത്രയാണ്, നിങ്ങൾ ഫൗണ്ടേഷൻസ് ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ഒരു കളർ കറക്റ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഭംഗിക്ക് ഒരുങ്ങിയാലും അത് വൃത്തികേടായിട്ട് നമുക്ക് തോന്നുള്ളൂ. ഇത് നല്ല ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് കളർ കറക്റ്റിങ്ങോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന ഓരോ പിഗ്മെൻറ്റേഷൻസും ടാൻസും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട്സും ഒക്കെ നമ്മൾ ഫസ്റ്റ് ഒരു ലെയർ എന്നുള്ള രീതിയിൽ കളർ കറക്റ്റിങ് ചെയ്തുകൊണ്ട് അത് മറച്ചുകൊണ്ട് മാത്രം അതിൻ്റെ മുകളിൽ ഫൗണ്ടേഷൻ ഇടുമ്പോൾ എന്താണ് പറയണേ, നമ്മുടെ ഡാർക്ക് സർക്കിളോ അല്ലെന്നുണ്ടെങ്കിൽ ടാനോ ഒന്നും അത്ര എടുത്ത് കാണുമോ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കളർ വ്യത്യാസം വരുന്നിടത്ത് ഗ്രേഷ് ആവോ, അങ്ങനെയൊന്നും ആവില്ല. എല്ലാ സൈഡിലും നമ്മൾ ഈക്വലായിട്ട് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് ഏകദേശമൊക്കെ കളർ ഒരുപോലെ ആവും. അപ്പോഴാണ് നമുക്ക് ഈ നല്ല വൃത്തിക്ക് ഇങ്ങനെ കിട്ടുന്നത്, മനസ്സിലായില്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കിട്ടും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഓവറായിട്ട് വീഡിയോ എടുത്ത് പരിചയമൊന്നുമില്ല, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഓപ്പൺ വീഡിയോസും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ഓപ്പൺ റിവ്യൂസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, പിന്നെ കുട്ടി കുട്ടി വ്ളോഗ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലാക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ സപ്പോർട്ട് എനിക്ക് ഈ സമയത്ത് ആവശ്യമാണ് ഗൈസ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞാനത് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് വിത്ത് സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ ചാനലിനോട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ. നാളെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.